അസൗകര്യങ്ങളിൽ വീർപ്പുമുട്ടുകയാണ് തൃശൂർ കടങ്ങോട് വെള്ളറക്കോട് നെയ്ത്ത് കേന്ദ്രത്തിലെ തൊഴിലാളികൾ. അദ്ദേഹത്തിൻ്റെ അവഗണന സഹിച്ച് 17 വനിതകളാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. 24 ഔട്ട് സ്റ്റേഷൻ ബ്രോഡ്കാസ്റ്റ് ടീം അംഗം റഷീദ് എരുമപ്പെട്ടി തയ്യാറാക്കിയ റിപ്പോർട്ട്. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന് കീഴിലുള്ള വെള്ളറക്കാട് നെയ്ത്ത് കേന്ദ്രം കടങ്ങോട് പഞ്ചായത്തിലെ 7-ാം വാർഡിലാണ് പ്രവർത്തിക്കുന്നത്. 1983-ൽ KS നാരായണൻ നമ്പൂതിരി MLA ആണ് വനിതകൾക്ക് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെ നെയ്ത്ത് കേന്ദ്രം സ്ഥാപിച്ചത്. കുറച്ചുകാലത്തിന് ശേഷം അടച്ചുപൂട്ടി. 2007-ൽ വീണ്ടും തുറന്നു. എന്നാൽ കാലപ്പഴക്കം കൊണ്ട് നാശോന്മുഖമായ കെട്ടിടത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല. വെള്ളം മെയിനായിട്ട് വേണം. ജനുവരി ആകുമ്പോഴേക്കന്നെ ഞങ്ങൾക്ക് കിണറ്റിലെ വെള്ളമൊക്കെ പറ്റും. വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും പൊടിയുടെ അലർജിയും പ്രശ്നങ്ങളും കാര്യമായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ സീലിങ്ങിൻ്റെ എന്തായാലും വേണ്ടി വരും എന്ന് പറയല്ല, സീലിംഗ് വേണ്ടി വരും. കെട്ടിടത്തിന്റെ നിലം പൊട്ടിപ്പൊളിഞ്ഞു. മേൽക്കൂരയുടെ ഷീറ്റുകൾ തകർന്ന് നിലം പൊത്താറായ അവസ്ഥയിലാണ്. കിണർ മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വേനലിൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ല. രാത്രിയിൽ സാമൂഹ്യവിരുദ്ധരുടെ താവളമാണ് ഇവിടം. ഞങ്ങൾ ഇങ്ങോട്ട് കയറണമെങ്കിൽ ബീറിൻ്റെ കുപ്പിയും അതും ഇതൊക്കെ ആയിട്ട് ഇവിടെ ഇട്ടിട്ട് അതൊക്കെ ഞങ്ങൾ വൃത്തിയാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ. നല്ല ശല്യങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. കൈത്തറികളും നൂൽപ്പി യന്ത്രങ്ങളും കാലപ്പഴക്കത്താൽ നശിച്ചു തുടങ്ങി. തകരാറിലായ പല യന്ത്രങ്ങളും പ്രവർത്തിപ്പിക്കാൻ ജോലിക്കാർ അധിക വിയർപ്പൊഴുക്കേണ്ട അവസ്ഥയാണ്. ഇവിടെ നിലം ആകെ പൊട്ടിയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഭയങ്കര അലർജിയും തുമ്മലാണ് എല്ലാവർക്കും. അപ്പോൾ അത് എന്തായാലും നിർബന്ധമായും ചെയ്തു തരണം. പിന്നെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം വറ്റാനായി തുടങ്ങി. കുടുംബം പുലർത്താൻ മറ്റു വഴികളില്ലാത്തതിനാലാണ് തുച്ഛമായ വേതനത്തിൽ അവഗണനകൾ സഹിച്ച് ഈ വനിതകൾ ഇവിടെ ജോലി ചെയ്യുന്നത്. 24 തൃശൂർ. അസൗകര്യങ്ങൾ വീർപ്പുമുട്ടുന്ന തൃശൂർ കടങ്ങോട് വെള്ളറക്കാട് നെയ്ത്ത് കേന്ദ്രത്തിൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നു തൃശൂരിലെ ഔട്ട് സ്റ്റേഷൻ ബ്രോഡ്കാസ്റ്റ് ടീം അംഗം റഷീദ് എരുമപ്പെട്ടി തയ്യാറാക്കിയ റിപ്പോർട്ടിലൂടെ.